നമസ്കാരം. പൊതുമേഖലാ എണ്ണ കമ്പനികൾ രാജ്യത്തെ പെട്രോൾ ഡീസൽ നിരക്കുകൾ കുറയ്ക്കുന്നത് ഗൗരവത്തോടെ ആലോചിക്കുന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു. അടുത്ത മാസത്തോടെ പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 10 രൂപയുടെ വരെ കുറവ് വരുത്താനാണ് ലക്ഷ്യമിടുന്നത്. സാധാരണക്കാരുടെ അടക്കം സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കുക, പണപ്പെരുപ്പത്തെ തടയുക എന്നീ ഉദ്ദേശത്തോടെയാണിത്. വെനസ്വേലൻ ക്രൂഡ് ഓയിൽ അടുത്ത മാസം മുതൽ ഇന്ത്യയിലേക്ക് എത്തിത്തുടങ്ങും. 3 വർഷത്തിന് ശേഷമാണ് വില കുറഞ്ഞ വെനസ്വേലൻ ക്രൂഡ് ഓയിൽ വീണ്ടും ഇന്ത്യയിലേക്ക് എത്തുന്നത്. റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ വരവ് കുറഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ ലാഭകരമായ വെനസ്വേലൻ ക്രൂഡിലേക്ക് മാറാനുള്ള താൽപര്യം ഇന്ത്യൻ കമ്പനികൾ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 2020-ലായിരുന്നു ഇന്ത്യ അവസാനമായി വെനസ്വേലയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നത്. വെനസ്വേലയിൽ നിന്നും രാജ്യാന്തര വിപണി വിലയേക്കാൾ ഡിസ്കൗണ്ട് നിരക്കിൽ ക്രൂഡ് ഓയിൽ ലഭിക്കുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവും താഴ്ത്തുന്നതിന് സഹായിക്കും. കൂടാതെ ക്രൂഡ് ഓയിലിനായി ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നതും കുറയ്ക്കാൻ സാധിക്കും. നിലവിൽ റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. ഒക്ടോബർ പകുതിയോടെ അമേരിക്ക രാജ്യത്തിനെതിരായ ഉപരോധം ലഘൂകരിച്ചതോടെ വെനസ്വേലൻ ക്രൂഡ് ബാരലിന് ഏകദേശം $8 മുതൽ $10 വരെ കിഴിവോടെ വാങ്ങാം എന്നതാണ് ശ്രദ്ധേയം. രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യങ്ങൾ സുരക്ഷിതമാക്കാൻ ഇന്ത്യ തങ്ങളുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കുക മാത്രമല്ല, വെനസ്വേല പോലുള്ള പഴയ വിതരണക്കാരിൽ നിന്നുള്ള ഇറക്കുമതി പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു വരികയായിരുന്നു. ലോകത്തിലെ 3ാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഉപഭോക്താവായ ഇന്ത്യ അതിന്റെ ആവശ്യകതയുടെ 87%-ലധികം ഇറക്കുമതി ചെയ്യുകയാണ്. ക്രൂഡ് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യൻ റിഫൈനർമാർക്ക് വാണിജ്യപരമായ പരിഗണനകൾ മാത്രമാണുള്ളത്. 2020-ൽ US ഉപരോധം നിലവിൽ വരുന്നതിനു മുമ്പ് വെനസ്വേല ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് ഓയിൽ വിതരണക്കാരിൽ ഒരാളായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ പെട്രോളിയം ഉപഭോഗം പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. 2030-നു മുമ്പ് വർദ്ധിച്ചു വരുന്ന എണ്ണ ഉപഭോഗത്തിന്റെ പ്രാഥമിക കേന്ദ്രമായി ചൈനയെ പിന്തള്ളി രാജ്യം മുന്നേറുകയാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. നഗരവൽക്കരണം, വ്യാവസായികവൽക്കരണം, മധ്യവർഗത്തിന്റെ വളർച്ച എന്നിവയോടൊപ്പം വെളിച്ചം, പാചകം, ഗതാഗതം, പെട്രോ കെമിക്കൽസ് എന്നിവയ്ക്കുള്ള രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം അതിവേഗം വർദ്ധിച്ചു വരികയാണ്. ഗതാഗതത്തിനായുള്ള ചൈനയുടെ ആവശ്യം വൈദ്യുത വാഹനങ്ങളുടെ വരവോടെ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ വൈദ്യുത വാഹനങ്ങളുടെ വലിയ വില കാരണം ഇന്ത്യക്കാർ ഇപ്പോഴും ഡീസൽ, പെട്രോൾ വാഹനങ്ങളാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. ഈ ദശാബ്ദത്തിന്റെ അവസാനത്തിനു മുമ്പ് ചൈനയുടെ എണ്ണ ഉപയോഗം ഏറ്റവും ഉയർന്ന നിലയിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും 2030-കളിൽ ഇന്ത്യയുടെ എണ്ണ ഉപയോഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 2030-നു മുമ്പായി ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഇതിനകം തന്നെ 2ാം സ്ഥാനത്താണ്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോള ഉപഭോഗത്തിന്റെയും വിലയുടെയും പ്രാഥമിക നിർണയ ഘടകങ്ങളായി മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ പെട്രോളിയം ഉപഭോഗം 2022-ൽ 219 ദശലക്ഷം ടണ്ണിൽ നിന്ന് 2023-ൽ 231 ദശലക്ഷം ടണ്ണായി ഉയർന്നുവെന്നാണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിക്കുന്നത്. കൊറോണ വൈറസ് പാൻഡമിക് ഉപഭോഗത്തെ സാരമായി ബാധിച്ചെങ്കിലും പിന്നീട് സ്ഥിതി മാറി. ഇന്ത്യയും ചൈനയും 2012-നും 2022-നും ഇടയിൽ ഉപഭോഗത്തിൽ 3.5% സംയോജിത വാർഷിക വളർച്ച കൈവരിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പ്രതിവർഷം 0.5% മാത്രമായിരുന്നു ഇത്. ചൈനയുടെ ഉപഭോഗം 2010-കളിൽ ഇന്ത്യയുടേതിനേക്കാൾ ഏകദേശം 3 ഇരട്ടി വലുതായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. വൈദ്യുത വാഹനങ്ങളുടെ ദ്രുതഗതിയിലുള്ള വിന്യാസം ചൈനയുടെ കൂടുതൽ ഉപഭോഗ വളർച്ചയെ തടയുന്നതിനാൽ ഇന്ത്യയുടെ സമ്പൂർണ്ണ വർധനവ് ഈ ദശകത്തിന്റെ അവസാനത്തിൽ ചൈനയെ മറികടന്ന് മുന്നിലെത്തുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ആഗോള എണ്ണ ഉപഭോഗത്തിൽ ഇന്ത്യയുടെ പങ്ക് ഇതിനകം 2022-ൽ 5%-ആയി ഉയർന്നു. 2020
2021 4%, 2002 3%. ഇന്ത്യയുടെ പെട്രോളിയം ഉപഭോഗം കഴിഞ്ഞ വർഷം 5%-ലധികം വർദ്ധിച്ചെങ്കിലും വർഷത്തിലെ ആദ്യ 9 മാസങ്ങളിലെ ദ്രുതഗതിയിലുള്ള വളർച്ച 4-ാം പാദത്തിൽ ഇടിഞ്ഞു. ഇത് 2023 അവസാനത്തോടെ എണ്ണവില ഇടിഞ്ഞതിന്റെ ഒരു കാരണവുമാണ്. വൻ വിലക്കിഴിവിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ക്രൂഡ് ഓയിൽ നൽകാൻ റഷ്യ തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ അറബ് രാഷ്ട്രങ്ങളെ മറികടന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായി മാറി. ഇന്ത്യയിൽ മാത്രമല്ല, ചൈനയിലും റഷ്യ അറബ് രാഷ്ട്രങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2023 സൗദി അറേബ്യയെ മറികടന്ന് ചൈനയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരനായി റഷ്യ മാറിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുമ്പ് ചൈനയുടെ ഏറ്റവും വലിയ വിതരണക്കാരായ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി 1.8% ഇടിഞ്ഞ് 85.96 ദശലക്ഷം ടണ്ണായി. വിലക്കിഴിവുള്ള എണ്ണയ്ക്കായുള്ള ചൈനീസ് ഇന്ത്യൻ റിഫൈനർമാരുടെ ഡിമാൻഡ് വർദ്ധിച്ചതോടെ റഷ്യൻ എസ്പോ ക്രൂഡിന്റെ വില 2023 ഉയർന്നു. സൗദി അറേബ്യ ജൂലൈ മുതൽ അവരുടെ അറബ് ലൈറ്റിന്റെ വില ഉയർത്തിയതോടെ ചില റിഫൈനർമാരെ വില കുറഞ്ഞ രാജ്യങ്ങളിലേക്ക് തിരിയുകയും ചെയ്തു. നന്ദി.